നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൈദ്യുതി ചാർജ് അടച്ചില്ലെന്നാരോപിച്ച് KSEB അധികൃതർ വൈക്കം ജോയിന്റ് RT ഓഫീസിലെ വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് 1.5 മണിക്കൂറോളം ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. RT ഓഫീസുകളിലെ വൈദ്യുതി ചാർജ് ഹെഡ് ഓഫീസ് വഴിയാണ് KSEBയിൽ അടയ്ക്കുന്നത്. 1000 രൂപയോളമാണ് വൈക്കം RT ഓഫീസിലെ വൈദ്യുതി ചാർജ്. ഈ തുക ഹെഡ് ഓഫീസിൽ നിന്ന് അടച്ചിരുന്നു. നിലവിൽ ഫെബ്രുവരി മുതലുള്ള തുക അടയ്ക്കാനുണ്ടെങ്കിലും അതിൽ ഡിസ്കണക്ഷൻ തീയതി ഏപ്രിലാണ്. തെറ്റിദ്ധാരണ മൂലമാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നതെന്നും പണമടച്ചത് പരിശോധിക്കണമെന്നും KSEB അധികൃതരോട് പറഞ്ഞെങ്കിലും അംഗീകരിക്കാതെ KSEB അധികൃതർ വൈദ്യുതി വിച്ഛേദിക്കുകയായിരുന്നുവെന്ന് വൈക്കം ജോയിന്റ് RTO ആരോപിച്ചു. പിന്നീട് സംഭവം വിവാദമായതോടെ KSEB അധികൃതർ RT ഓഫീസ് അധികൃതരുമായി ബന്ധപ്പെട്ട് തെറ്റ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു നൽകി. വിവിധ ആവശ്യങ്ങളുമായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിയ നിരവധി പേരാണ് സേവനം ലഭിക്കാതെ മടങ്ങിയത്. അവിടെ ഇത് തന്നെ പണി 20 അവർക്ക് അറിയാൻ പറ്റൂല. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വന്നേക്കുന്നതെന്ന് അറിയാൻ പറ്റേണ്ടതാണ്. അവരുടെ ഹിസ്റ്ററിക്കകത്തിലെ സെൻട്രലൈസ്ഡ് ബില്ലിംഗ് ആകുമ്പോൾ അവർക്കത് സെൻട്രലൈസ്ഡ് ബില്ലിങ്ങിലാണെന്നുള്ളത് അറിയാം. പിന്നെ അവർക്ക് വല്ല സംശയമുണ്ട് അവർക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രത്ത് ഈ സെൻട്രലൈസ്ഡ് ബില്ലിങ്ങിൻ്റെ അവരുടെ സ്പെഷ്യൽ ഓഫീസറൊക്കെ ഉണ്ട്. അവരോട് വേണമെന്ന് കോൺടാക്ട് ചെയ്താലും അറിയാവുന്നതായിരുന്നു അവർക്ക്. ആൾക്കാർ ഒന്ന് ഈ 11 വരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫുൾ ഓൺലൈൻ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അവരേതായാലും നമ്മൾ വിളിച്ച് പറഞ്ഞ് ധരിപ്പിച്ചു, ഇങ്ങനെയൊക്കെ സിറ്റുവേഷനുള്ള ഓഫീസാണ്, അത് റീകണക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അതിനകത്ത് വലിയ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഓഫീസിൽ ഇങ്ങനെ വരുന്നത്. 1.5 മണിക്കൂറോളം നമ്മുടെ സ്തംഭിച്ചു. പ്രവർത്തനം 1.5 ചെയ്യാതായി പറ്റാതെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത്. അതെ സെൻട്രൽ